أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك لمن المرسلين. തീർച്ചയായും നീ ദൈവദൂതന്മാരിൽ ഒരുവനാകുന്നു. ഈ ആയത്തിൽ അള്ളാഹു പ്രവാചകനോട് നീ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് നീ ദൈവദൂതന്മാരിൽ ഒരുവനാകുന്നു എന്നാണ് പറഞ്ഞത്. അവിശ്വാസികൾ കുത്തുവാക്കുകൾ കൊണ്ട് പ്രവാചകനെ ഒറ്റപ്പെടുത്തുമ്പോഴും അള്ളാഹു പ്രവാചകന് ആശ്വാസവാക്കുകൾ കൊണ്ട് സമാധാനം നൽകുകയും കൂടെയാണ് ഈ ആയത്തിലൂടെ. നീ ഒറ്റയ്ക്കല്ല, നീ ആദരിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാൾ കൂടിയാണ് എന്ന ആശ്വാസവചനം അള്ളാഹു പ്രവാചകന് നൽകുന്നു. അലാ സിറാത്തിൻ മുസ്തഖീം, ഉറപ്പായും നീ നേർവഴിയിലാണ്. ഈ ആയത്തിന് സാധാരണ അർത്ഥം പറയാറുള്ളത് അപ്പോൺ എ സ്ട്രെയിറ്റ് പാത്ത്, നേർവഴിയിൽ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നേർവഴിയിൽ ഉള്ളത് എന്നൊക്കെയാണ്. എന്നാൽ ഇതിന് ഏറ്റവും അനുയോജ്യമായ അർത്ഥം കമ്മിറ്റഡ് ടു എ സ്ട്രെയിറ്റ് പാത്ത് എന്നാണ്. അതായത് നേർവഴിയിൽ ഉറച്ച പ്രതിജ്ഞാബദ്ധതയോടെ നിലകൊള്ളുന്നത് എന്നാണ്. ഇവിടെ പ്രവാചകന്റെ മനസ്സിന് അള്ളാഹു സമാധാനവും ഒരു റീഅഷ്വറൻസും നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് സത്യനിഷേധികൾ ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ ദൂതനെ എതിർക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ധാരാളം സച്ചരിതരായ പ്രവാചകന്മാരെല്ലാം സഞ്ചരിച്ച നേരായ വഴി തന്നെയാണ് ഈ നേരായ പാത എന്ന ആശ്വാസവാക്കുകൾ അള്ളാഹു ഇതിലൂടെ പ്രവാചകന് നൽകുന്നു. ഇതിലൂടെ അള്ളാഹു നമുക്കും അള്ളാഹുവിന്റെ റസൂലിനും നൽകുന്ന ഒരു പാഠമുണ്ട്. മുൻ കഴിഞ്ഞു പോയ സച്ചരിതരായ നബിമാരും അവരെ പിൻപറ്റിയവരും ഈ വഴിയിൽ നടന്നിട്ടുണ്ട്, സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ട്. എങ്കിലും അവർ ഈ നേരായ പാതയിൽ അടിയുറച്ചു നിന്നു. നേർവഴിയിൽ നടക്കുന്നത് എളുപ്പമല്ല. ഓരോ പടിയും മുന്നോട്ട് വെക്കുമ്പോഴും സമ്മർദ്ദവും എതിർപ്പും പരിഹാസവും കൂടിക്കൊണ്ടേയിരിക്കും. സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ സമ്മർദ്ദം കൂടിക്കൊണ്ടിരുന്നാൽ അവർ തളരുകയും വഴിമാറുകയും ചെയ്യും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുമ്പത്തെ ദൂതന്മാരും ഈ നേരായ പാതയിൽ അടിയുറച്ച യഖീനോടെ നിന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടഫ്നെസ്, കമ്മിറ്റ്മെന്റ് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. അള്ളാഹു അയച്ചതല്ലായിരുന്നെങ്കിൽ ആർക്കും തന്നെ ഈ രീതിയിലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു, തൻസീലുൽ അസീസിർ റഹീം, പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവൻ അവതരിപ്പിച്ചതത്രേ ഇത്. അതായത് ആർക്കും പരാജയപ്പെടുത്തുക സാധ്യമല്ലാത്ത മഹാപ്രതാപിയായ അൽ അസീസും തന്റെ വിശ്വാസികളായ ദാസന്മാരോട് അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനുമായ അർ റഹീമുമായ അല്ലാഹു അസ്സ വജൽ, അവനിൽ നിന്ന് ഇറക്കപ്പെട്ടതത്രേ ഈ നേരായ മാർഗം. ഈ ആയത്തിൽ അള്ളാഹു തൻസീൽ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഇതിനർത്ഥം മുകളിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്നാണ്. ഈ ഖുർആൻ ഒരു മനുഷ്യനും രചിച്ചതല്ല, മറിച്ച് അത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിരുത്തലുകളോ ന്യൂനതകളോ ഇല്ലാതെ തന്നെ പ്രതാപത്തോടെ ഇന്നും നിലനിൽക്കുന്നു ഖുർആൻ. അന്ത്യനാൾ വരെ ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ 2 നാമഗുണങ്ങളാണ്, ആട്രിബ്യൂട്ട്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് അൽ അസീസ്, അൾട്ടിമേറ്റ് അതോറിറ്റി വിത്ത് റെസ്പെക്ട്, അതായത് അധികാരവും ബഹുമാനവും ഒരുമിച്ചുള്ളവൻ. മറ്റൊന്ന് അർ റഹീം, അൾട്ടിമേറ്റ് മേഴ്സി ആൻഡ് ലവ്, തന്റെ വിശ്വാസികളായ ദാസന്മാരോട് അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവൻ. അള്ളാഹുവിന്റെ ഇതുപോലുള്ള നാമവിശേഷണങ്ങൾ ഒരായത്തിന്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്നതിൽ അള്ളാഹുവിന്റെ അവതരണത്തിനുള്ള ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അൽ അസീസ് എന്ന നാമം സൂചിപ്പിക്കുന്നത് ഖുർആൻ അധികാരത്തോടും വിധികളോടും കൂടി വരുന്നു, അത് അൽ അസീസായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ്. പിന്നെ അർ റഹീം എന്ന നാമമാണ് ഉപയോഗിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാരുണ്യവാനായ അള്ളാഹു ഖുർആനിൽ തന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിലൂടെ ഖുർആൻ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നു എന്നുള്ളതാണ്.